ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാഷണൽ ഇൻകം ആണ്. നാഷണൽ ഇൻകത്തിൻ്റെ ഫീച്ചേഴ്സും. അപ്പോൾ നമുക്ക് നാഷണൽ ഇൻകം എന്താ നോക്കാം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മീനിങ് ആണ് നമ്മൾ പറയുന്നത്. നാഷണൽ ഇൻകം മീൻസ് ദ മണി വാല്യൂ ഓഫ് ആനുവൽ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി. അപ്പോൾ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് ഇൻകം എന്ന് പറയുക? മണി വാല്യൂ അല്ലെ, ഒരു കാര്യത്തിൻ്റെ മണി വാല്യൂവിനാണ് നമ്മൾ ഇൻകം എന്ന് പറയാം. അപ്പോൾ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മണി വാല്യൂ ഓഫ് ആനുവൽ ഗുഡ്സ് ആൻഡ് സർവീസസ്, ആനുവൽ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി. ഒരു കൺട്രി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ, എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും മണി വാല്യൂവിനെയാണ് നമ്മൾ നാഷണൽ ഇൻകം എന്ന് പറയാം. അപ്പോൾ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ഒരു ഫ്ലോ കോൺസെപ്റ്റാണ്. ഫ്ലോ ആയിട്ട് നമുക്കൊരു പീരീഡ് മൊത്തത്തിലാണ് നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നാഷണൽ ഇൻകം ഒരു ഫ്ലോ കോൺസെപ്റ്റ് ആണെന്ന് പറയാം, സ്റ്റോക്ക് അല്ല. സ്റ്റോക്ക് എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു പർട്ടിക്കുലർ പോയിന്റിൽ മാത്രം നമുക്കതിനെ മെഷർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ സ്റ്റോക്ക് എന്ന് പറയും. പക്ഷേ നമുക്കൊരു ഇയർ കംപ്ലീറ്റ്, ഒരു ആനുവൽ ആയിട്ടുള്ള ആ ഒരു മീനിങ് എഴുതിയത് തന്നെ കണ്ടു, ദ മണി വാല്യൂ ഓഫ് ആനുവൽ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഫ്ലോ കോൺസെപ്റ്റാണ്, സ്റ്റോക്ക് അല്ല എന്ന് പറഞ്ഞു. നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു അതോറിറ്റിയാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. CSO എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓരോ വർഷത്തെയും നാഷണൽ ഇൻകം കാൽക്കുലേഷൻ നടത്തുന്നത് CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനാണ്. ഈ നാഷണൽ ഇൻകം, നമുക്കൊരു കൺട്രിയുടെ നാഷണൽ ഇൻകം അറിഞ്ഞു കഴിഞ്ഞാൽ ആ കൺട്രിയെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ, ഒരു എൻറ്റയർ എക്കോണമി എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് നാഷണൽ ഇൻകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഫീച്ചേഴ്സാണ് നാഷണൽ ഇൻകത്തിൻ്റെ. ഫീച്ചേഴ്സിൽ ഏറ്റവും ആദ്യം പറയുന്നത് നാഷണൽ ഇൻകത്തിൻ്റെ മീനിങ് തന്നെ ഫസ്റ്റ് ഫീച്ചറായിട്ട് നമ്മൾ കൊടുത്തു. സെക്കൻഡ് ഫീച്ചറായിട്ട് പറയുന്നത് നാഷണൽ ഇൻകം എക്സ്പ്രസ് ചെയ്യുന്നത് എപ്പോഴും ഒരു ടൈം വെച്ചിട്ടാണ്. അപ്പോൾ ഒരു അക്കൗണ്ടിങ് ഇയർ, ഒരു വർഷത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഒരു പർട്ടിക്കുലർ ഇയർ, ഒരു സ്പെസിഫിക് ഇയർ വെച്ചുകൊണ്ടാണ് നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക. ഇന്ന വർഷത്തെ, ഇപ്പോൾ 2010, 2020 നാഷണൽ ഇൻകം. അപ്പോൾ അതുപോലെ അപ്പോൾ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ടൈം പീരീഡാണ്. പിന്നെ നമ്മൾ നേരത്തെ കണ്ടത് തന്നെ നാഷണൽ ഇൻകം ഒരു ഫ്ലോ കോൺസെപ്റ്റ് ആണ്, ഇറ്റ്സ് നോട്ട് എ സ്റ്റോക്ക്. നെക്സ്റ്റ് പോയിന്റ്, നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ നാഷണൽ ഇൻകം ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് 3 രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഒന്ന്, ആസ് എ ഫ്ലോ ഓഫ് നാഷണൽ ഔട്ട്പുട്ട്, നാഷണൽ ഔട്ട്പുട്ട് വെച്ചുകൊണ്ട്, ആസ് എ ഫ്ലോ ഓഫ് നാഷണൽ ഇൻകം, ആസ് എ ഫ്ലോ ഓഫ് നാഷണൽ എക്സ്പെൻഡിച്ചർ. ഈ 3 രീതിയിലും നമുക്ക് നാഷണൽ ഇൻകത്തിന് ഇൻ്റർപ്രറ്റ് ചെയ്യാം. നാഷണൽ ഔട്ട്പുട്ട്, അല്ലെങ്കിൽ നാഷണൽ ഇൻകം, അല്ലെങ്കിൽ നാഷണൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഇത് 3ഉം കാണിച്ചുകൊണ്ട് നമ്മളൊരു ഐഡൻറ്റിറ്റി കൊടുത്തിരിക്കുകയാണ്, ഒരു ട്രിപ്പിൾ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ട് അടുത്ത ഫീച്ചറായിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഈ 3ഉം ഈക്വൽ ആണെന്ന് കാണിക്കുക. അതായത് നാഷണൽ ഔട്ട്പുട്ട് ഈക്വൽ നാഷണൽ ഇൻകം ഈക്വൽ നാഷണൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ എല്ലാവർക്കും മീനിങ് എന്താണെന്നും നാഷണൽ ഇൻകത്തിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നും ക്ലിയർ ആയി കാണും. അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കും. ഓക്കെ, താങ്ക് യു.